ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂയം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ പൂയം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. നിങ്ങൾ എടുത്തു പറയേണ്ടത് ഈ എല്ലാം തുറന്നു പറയുന്ന പ്രവണത ഒന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാ കാര്യവും സംസാരിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം തുറന്നു പറയുന്നത് മൂലം പലരുടെയും അതൃപ്തി നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ പേരിൽ ബന്ധുക്കൾ പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഈ മാസങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് ബന്ധുക്കളായിട്ടൊക്കെ ധന ഇടപാടുകളോ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നഷ്ടത്തിൻ്റെ കാലം തന്നെയാണ്. അതുകൊണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഗുണകരം. കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രൊഫഷനിൽ സംഭവിക്കുന്നതാണ്. അപവാദങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനായിട്ട് നന്നായിട്ട് പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നു. ജനങ്ങളുടെ നീരസമായ പ്രവൃത്തി മനോവിഷമത്തിന് ഇടവരുത്തുന്നതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ വിജയം കാണുന്നു. തൊഴിൽപരമായിട്ടൊക്കെ വളരെ വിജയം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലായിട്ട് ഗുണകരമായ സമയമാണ് നിങ്ങൾക്ക് ഈ 2 മാസം. നിങ്ങൾ പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കുന്ന തീർച്ചയായിട്ടും ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടൊക്കെ ദീർഘനാളായിട്ടുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്ന ഒരവസരമാണ് ഈ 2 മാസം. എന്നാൽ എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് അസൂയാലുക്കളൊക്കെ ധാരാളമായിട്ടുണ്ടാവുന്നൊരു സമയവും കൂടിയാണ്. ശത്രുക്കളുണ്ടാവും, അസൂയകാലുക്കളുണ്ടാവും. അവർ പതിയിരുന്ന് നിങ്ങളെ ആക്രമിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യും. എന്ന് വെച്ചാൽ കിംവദന്തി പറഞ്ഞു കൊടുത്ത് പരദൂഷണം ഉണ്ടാക്കുക ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇൻകം ടാക്സിനെ വിളിച്ചറിയിക്കുക. ചിലപ്പോൾ നമ്മൾ റിട്ടേണൊക്കെ ഫയൽ ചെയ്യാതെ 1-2 ദിവസം വൈകി അവർ ഇൻകം ടാക്സ് റിപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചില ആക്ഷൻസൊക്കെ നമുക്ക് എഗെയിൻസ്റ്റായിട്ട് ഉണ്ടാവുക. അതല്ല എങ്കിൽ നമ്മുടെ മറ്റു രീതിയിലുള്ള നമ്മൾ ഏതൊക്കെ രീതിയിലൊക്കെ ഉപദ്രവിക്കാമോ അതൊക്കെ നേരിട്ട് അവർ വന്ന് മുന്നിൽ നിന്ന് ചെയ്യാതെ ഒളിയും മറയുമായിട്ടൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും ജീവിതത്തിലായിട്ടാണെങ്കിലും അതുള്ള തലവേദനകൾ അവരുണ്ടാക്കി തരുന്നതാണ്. നിങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വാഹനം വാങ്ങാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ മറ്റൊരു വാഹനം അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് വാങ്ങുന്നതാണ്. നിങ്ങൾ വിശ്വസിച്ച് ചെയ്ത പല കാര്യങ്ങളിലും നഷ്ടത്തിന് ഇട കാണുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യനില ദീർഘനാളായിട്ട് അസുഖമൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ ആരോഗ്യനില മെച്ചപ്പെടുന്നതാണ്. നിങ്ങൾ ശത്രുക്കളെയൊക്കെ തന്ത്രപരമായിട്ട് നേരിട്ട് വിജയം നേടുക തന്നെ ചെയ്യും. മാസം അവസാനത്തോടെയൊക്കെ ആകുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇച്ഛാശക്തിയൊക്കെ വർദ്ധിക്കുന്നൊരു സമയമാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ വീട് മാറി താമസിക്കുന്നവരൊക്കെ പുതിയ വീട് വെക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ട് കാണുന്നു. സന്താനങ്ങൾക്ക് ഉയർന്ന ജോലി ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും കാണുന്നുണ്ട് ഈ 2 മാസം. ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് ജൂലൈ അല്ല സെപ്റ്റംബർ ഒക്ടോബർ മാസം. ജീവിതത്തിൽ സർവ്വകാര്യ വിജയവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ഇതിൽ ഇച്ഛാശക്തി വർദ്ധിക്കുമെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇപ്പോഴും ഞാൻ പറയുന്നു, മുഖത്തടിച്ച് പോലുള്ള സംസാര രീതി ഒഴിവാക്കണം. എല്ലാവരോടും വെട്ടിത്തോന്ന് പറയുന്ന മൂലം ശത്രുത നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്നതാണ്. അത് നിങ്ങളുടെ വിജയത്തിനെ പിന്നോട്ട് വലിക്കുന്നതാണ്. മോശം വാക്കാണെങ്കിലും അപ്രിയ സത്യങ്ങൾ മറച്ചു വെക്കുക എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്മയത്വത്തോടുകൂടി കാര്യങ്ങളെ അവതരിപ്പിച്ച് സ്വന്തം ആവശ്യം നിറവേറ്റുക അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യത്തിലെത്തുന്നവരാണ് വിജയിക്കുന്നത്.
ചില ആൾക്കാരെയൊക്കെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണകരമായി മാറേണ്ട ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ചില ഗോളുകളൊക്കെ അച്ചീവ് ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു കഠിനാധ്വാനം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് വേണ്ടി വരും. അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ട ജോലി ഇരട്ടിയായി മാറും. അതുകൊണ്ടാണ് പ്രിയ സത്യങ്ങൾ മറച്ചു വെക്കുക. എല്ലാവരോടും ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുക. നയചാതുര്യത്തോടുകൂടി പെരുമാറി സ്വന്തം വിജയങ്ങൾ വരിക്കുക. നിങ്ങൾ ക്രയവിക്രയങ്ങൾ സൂക്ഷിച്ച് ചെയ്തില്ല എങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് കീർത്തിയും ഉയർച്ചയൊക്കെയുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ കാലം അനുകൂലമാണ്. എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ തീർച്ചയായിട്ടും ബുധനാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, കൃപാകടാക്ഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാസമായിട്ട് ഈ 2 മാസം മാറുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെല്ലുന്നത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്, ഭഗവാന്റെ അടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം അറിയാം. മനസ്സുരുകിയുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഭഗവാന്റെ മനസ്സ് കീഴടക്കാൻ പറ്റൂ. നമ്മളെന്ത് ചെയ്താലും കുലുങ്ങാത്തൊരു മനസ്സിന് ഉടമയാണ് ഭഗവാൻ. മറ്റു ദൈവങ്ങളുടെ അടുത്ത് പോലെയല്ല. നമ്മൾ ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ 10 ഇങ്ങോട്ട് തരും, അങ്ങനത്തെ ഒരു മൈൻഡാണ്. പക്ഷേ നമ്മളുടെ ഒന്ന് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു യുഗം പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. നമ്മളെ ഇഷ്ടം പോലെ ഇട്ട് പരീക്ഷിക്കുന്ന ഭഗവാനാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് കുചേലൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് കുചേലനെ ഭഗവാൻ എല്ലാം നൽകിയത്. അല്ലാതെ കുചേലൻ വീട്ടിലിരുന്നപ്പോൾ ഭഗവാൻ കൊണ്ടേ കൊടുക്കുകയല്ല ചെയ്തത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൻ്റെ സമയവും സന്ദർഭവും ഒക്കെ നല്ല കാലം ഒക്കെ എപ്പോൾ വരുമെന്നാലോചിച്ച് സങ്കടപ്പെട്ട് വീട്ടിലിരുന്ന് ദൈവത്തെ പഴിക്കാതെ ഭഗവാനെ തിരക്കി ചെന്ന് ഭഗവാനോട് ഉണർത്തിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എവർക്കും കൂടി ഒരിക്കൽ കൂടി നല്ലൊരു മാസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.